ആലപ്പുഴ വണ്ടാനത്തേക്കൊന്ന് പോവുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവുണ്ടായി എന്ന് പരാതി ഉയരുന്നു. കാലിൽ മുറിവുമായി എത്തിയ ഒരു രോഗിയുടെ വിരലുകൾ മുറിച്ചുമാറ്റി എന്നാണ് ഇപ്പോഴും ഉയരുന്ന ആരോപണം. ബന്ധുക്കളുടെയോ രോഗിയുടെയോ അനുമതി ഈ കാര്യത്തിൽ തേടിയില്ല എന്നും ആരോപണമുണ്ട്. 2 ദിവസത്തിന് ശേഷമാണ് ബന്ധുക്കൾ ഈ വിവരം അറിയുന്നത്, വിരലുകൾ മുറിച്ചു മാറ്റി എന്നുള്ളത്. പത്തനംതിട്ട കുത്തിയതോട് സ്വദേശി സീനത്താണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം അല്പസമയത്തിനകം അശ്വിൻ പാലാഴി ചേരുകയാണ്. ആദ്യം അവരുടെ ഒരു പരാതിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതി ഒന്ന് കേൾക്കാം. ഞാൻ കാഷ്വാലിറ്റി ചെല്ലുമ്പോൾ ഈ ഡ്രസ്സിംഗ് റൂമിൻ്റെ പുറത്തു നിന്ന് ഞാൻ കേൾക്കുന്നത് എൻ്റെ അമ്മയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ഡോക്ടർക്ക് കാണാൻ വേണ്ടി അവർ മോർണിംഗ് വന്ന് ഒരു 7 മണിയായപ്പോൾ ഒന്ന് ഡ്രസ്സിങ് അഴിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് കാല് 2 വിരലില്ലെന്ന്. ഞങ്ങളെ സമീപിച്ചിട്ടേ ഇല്ല. കൺസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഡ്രസ്സിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് പോലും എന്നെയോ എൻ്റെ സഹോദരനെയോടോ പറയാനുള്ള മര്യാദ ഈ ഡോക്ടർമാരാരും കാണിച്ചിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചപ്പോൾ മെയിൻ ഡോക്ടർ എന്നോട് ഒരു സോറി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഊരിപ്പോയ വിരൽ എന്തേന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ വിരൽ വേസ്റ്റിൽ കളഞ്ഞു എന്ന് പറഞ്ഞു. പരാതി അന്വേഷിക്കുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് വണ്ടാനത്ത് നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ ശസ്ത്രക്രിയക്കൊക്കെ രോഗികളുടെയും അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ അനുമതി വേണമെന്ന നിയമം നിലവിലിരിക്കെ എങ്ങനെയാണ് ഒരു രോഗിയുടെ 2 വിരലുകൾ ഒരു അനുവാദമില്ലാതെ അവർ മുറിച്ചു മാറ്റുന്നത്? അക്ഷന്തവ്യമായ ഒരു അവഗണനയോ അപരാധവുമായി നമുക്കിതിനെ കാണാൻ കഴിയുമോ? തീർച്ചയായും ഒരു ഗുരുതര വീഴ്ച തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അവർ നൽകിയിരിക്കുന്ന പരാതിയിലും ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ 27-നാണ് കാലിൽ ഒരു മുറിവ് പറ്റിയതുമായി ബന്ധപ്പെട്ട് സീനത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. അതിനുശേഷം കൃത്യമായ മുറിവ് പരിപാലിച്ചാണ് ആശുപത്രി അധികൃതർ പോയിരുന്നത്. അങ്ങനെ ഇരിക്കെ 29-ാം തീയതിയോടുകൂടി റൂമിൽ നിന്ന് മുറിവിൽ ഡ്രസ്സ് ചെയ്യാനെന്ന് പറഞ്ഞ് നഴ്സുമാരെത്തി ഈ രോഗിയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം തിരികെ എത്തുന്നു. അന്നു മുതൽ വലിയ വേദന ഈ സീനത്തിന് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മക്കളോട് പറയുന്നുണ്ട്. ഒപ്പം ഈ കാഷ്വാലിറ്റിയുടെ അകത്ത് നിന്ന് അമ്മ കരയുന്നത് കേൾക്കാനാവുന്നുണ്ട് എന്ന് മകളും പറയുന്നുണ്ട്. മകളും മകനുമാണ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരായി ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണ് സംഭവമെന്ന് ഇവർക്കറിയില്ല. എന്തിനാണ് കരയുന്നതെന്ന് അറിയില്ല. വേദന വലിയ തോതിലുണ്ട് എന്ന് മാത്രമാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ റൗണ്ട്സിനായി ഈ വാർഡിലെത്തിയപ്പോൾ ഈ മുറിവിൽ വെച്ച് കെട്ടിയിരിക്കുന്ന തുണികൾ എടുത്തു മാറ്റിയപ്പോഴാണ് കാലിൽ 2 വിരലുകളില്ല എന്നുള്ള ആ ഒരു സംഭവം രോഗിയും ഒപ്പം കൂട്ടിരിപ്പുകാരായ മക്കളും അറിയുന്നത്. അത് ഇവരെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അത് മുറിച്ചു മാറ്റുന്നതിന് മുൻപ് തങ്ങളെ അറിയിക്കുക എന്നുള്ള പ്രാഥമിക കടമ പോലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. സ്വാഭാവികമായും ഇങ്ങനെ ഒരു കേസുമായി എത്തുമ്പോൾ ഒരു പേഷ്യന്റ് കൺസെന്റ് അല്ലെങ്കിൽ കുടുംബത്തിന്റെ കൺസെന്റ് രേഖ ഒപ്പിട്ട ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് ചട്ടം. അത്തരത്തിൽ ഒരു കൺസെന്റ് രേഖ രോഗി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അന്ന് നൽകിയ ആ കൺസെന്റ് രേഖ അവരുടെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിൽ ഒരു ഒപ്പിടുകയോ ഒന്നും രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഈ കുടുംബമോ രോഗിയോ ഈ വിരലുകൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ എത്തുമ്പോൾ മാത്രമാണ് ഇത് അറിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദ്യം ചെയ്തപ്പോൾ ഒരു സോറി പറഞ്ഞതിൽ നിന്ന് ഒഴിയുകയാണ് ഈ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും ചെയ്തത് എന്നൊരു പരിഭവം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ചൂണ്ടിക്കാണിച്ച് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. ഒപ്പം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി. നമ്മൾ ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. പരാതി ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. പരാതിയുടെ ഉള്ളടക്കം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഉറപ്പ്. എന്തായാലും ആ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് കൂടി അവർ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇന്ന് തന്നെ ആ പരാതി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ടാവും. എന്തായാലും ഗുരുതര വീഴ്ചയാണ്. പേഷ്യന്റിന്റെയോ അവരുടെ കൂട്ടിരിപ്പുകാരുടെയോ അനുമതി തേടാതെ കാലിലെ 2 വിരലുകൾ ഒരു വയോധികയുടെ മുറിച്ചു മാറ്റുന്നു. ഇപ്പോഴും വലിയ വേദന തിന്നുകൊണ്ട് അവർ ആ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ തുടരുകയുമാണ്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയെക്കുറിച്ചാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ഏറ്റവും കുത്തിയതോട് സ്വദേശിനിയുടെ 2 വിരലുകൾ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.